ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ വെയിൻസ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിനുള്ള ചെറിയുള്ളി, 2 ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കല്ലിൽ വെച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഈ ക്രഷ് ചെയ്തിരിക്കുന്ന കുരുമുളക് കുറച്ച് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇത് ഫ്രൈ ആകാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനും. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മതിയേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ഈ റോ ഫ്ലേവർ മാറുന്നിടം വരെ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാമേ. ഈ ചെമ്മീൻ റോസ്റ്റിന് ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാള വേണമെങ്കിലും ചേർക്കാം, പക്ഷെ ചെറിയുള്ളി ചേർക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാമേ. ചെറിയുള്ളിയിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കുവാണ്. പൊടികളുടെയൊക്കെ റോ ഫ്ലേവർ മാറുന്ന വരെ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇതിൽ ഈ പൊടികളിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാമേ. ടൊമാറ്റോ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണ്. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനോട് ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ.
ഇതിന് ബാലൻസ് ഇരിക്കുന്ന കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാമേ. ഇതൊന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇതിൻ്റെ ഗ്രേവിയെ കുറച്ചുകൂടെ ഒന്ന് പറ്റാനുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കുവാണേ. ഇതെല്ലാം നന്നായി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത് മതിയെ. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് ഇതിലേക്ക് മാറ്റാവേ. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.